ഹലോ കൂട്ടുകാരെ, ഇന്ന് നമുക്ക് ആസ്ട്രൽ ട്രാവൽ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് മനസ്സിലാക്കാം. ആസ്ട്രൽ ട്രാവൽ എന്ന് പറഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ ഒരു ഔട്ട് ഓഫ് ദ ബോഡി എക്സ്പീരിയൻസ് എന്ന് പറയാം. അതായത് നമ്മുടെ കോൺഷ്യസ്നസ് നമ്മുടെ ലൈറ്റ് ബോഡിയിലൂടെ ഫങ്ഷൻ ചെയ്യുമ്പോൾ ആ ഒരു ഫങ്ഷൻ നടക്കുന്ന ഒരു പ്ലെയിൻ എന്ന് പറയുന്ന ആസ്ട്രൽ പ്ലെയിൻ എന്ന് പറയും. അതായത് ഒരു തേർഡ് ഡയമെൻഷൻ അല്ലാതെ ഒരു ഫിഫ്ത്ത് ഡയമെൻഷനിൽ നടക്കുന്ന ഏതൊരു പ്രോസസ്സിനെയും അല്ലെങ്കിൽ അവിടെ ആ ഒരു ഔട്ട് ഓഫ് ദ ബോഡിയിൽ നിന്നുകൊണ്ട് നമ്മുടെ ലൈറ്റ് ബോഡിയിലൂടെ നമ്മൾക്ക് ഫീൽ ആവാൻ പറ്റുന്ന ഏതൊരു കാര്യത്തെയും ആസ്ട്രൽ ട്രാവൽ എന്ന് പറയാം, ആസ്ട്രൽ പ്രൊജക്ഷൻ എന്നും പറയാം. ഈ ആസ്ട്രൽ ട്രാവലിനെ കുറിച്ച് നമ്മളുടെ പുരാണങ്ങളിലോ ഐതിഹ്യങ്ങളിലോ ഒക്കെ ഒത്തിരി കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അതിൽ വളരെ കുറച്ചുള്ള ഒരു നോളജ്, അതായത് അത് വായിക്കുമ്പോഴൊക്കെ കിട്ടിയിട്ടുണ്ട്. എന്നാൽ അതിലുള്ള വാക്കുകളൊക്കെ ഉപയോഗിക്കുമ്പോൾ നമുക്ക് ഒത്തിരി കൺഫ്യൂഷൻ വരും. കാരണം നമ്മുടെ ഈ ചാനലിൽ അവേക്കനിങ്ങിൻ്റെ തുടക്കത്തിലുള്ളവർ തൊട്ട് മേ ബി ഒരു ലാസ്റ്റ് സ്റ്റേജ് ഓഫ് കംപ്ലീഷൻ ഓഫ് ദ ജേർണി, അതായത് നന്നായിട്ട് ബാലൻസ് ആയവരും കേൾക്കുന്നുള്ളവരുണ്ടായിരിക്കും. അപ്പോൾ എല്ലാവർക്കും മനസ്സിലാകത്തക്ക രീതിയിൽ അത് ഒരു സിംപ്ലസ്റ്റ് ഫോമായിട്ട് പറയാനായിട്ടാണ് ആഗ്രഹിക്കുന്നത്. അതുകൊണ്ട് അങ്ങനത്തെ ഒരു ടേംസ് ഒന്നും യൂസ് ചെയ്യാതെ പറഞ്ഞു തരികയാണ്. അപ്പോൾ ട്വിൻ ഫ്ലെയിം ജേർണിയിൽ ആസ്ട്രൽ ട്രാവൽ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് മനസ്സിലാക്കാം. എല്ലാവർക്കും അറിയാം, ട്വിൻ ഫ്ലെയിംസ് എന്ന് പറയുന്നത് എല്ലായ്പ്പോഴും കണക്റ്റഡ് ആണ്. കാരണം ഒരു സോൾ തന്നെയാണ് രണ്ട് ബോഡികളിൽ. അപ്പോൾ ഈ 3D ഫിസിക്കൽ റിലാമിൽ അല്ലെങ്കിൽ ഈ ഒരു ഫിസിക്കൽ വേൾഡിൽ പലപ്പോഴും നമുക്ക് ആ ഒരു ഫിസിക്കൽ ബോഡീസിൻ്റെ സെപ്പറേഷൻ വരുമ്പോൾ ആ ഒരു സെപ്പറേഷൻ കോൺഷ്യസ്നെസ്സിലേക്ക് നമ്മൾ പോകാറുണ്ട് അല്ലേ. അപ്പോഴൊക്കെയും നമ്മുടെ സോൾ ഒന്നാണ്. സോൾ ഒന്നായത് കൊണ്ട് തന്നെ ഔട്ട് ഓഫ് ദ ബോഡി, അതായത് ഈ ഫിസിക്കൽ ബോഡി ഏത് ബോഡിയാണോ ഇപ്പം നമുക്ക് കാണാൻ പറ്റുന്നത് കണ്ണിലൂടെ, ആ ബോഡിയിലൂടെ അല്ലാതെ ഒരു മീറ്റിംഗ്, അത് ഔട്ട് ഓഫ് ദ ബോഡിയിൽ നമ്മളുടെ ലൈറ്റ് ബോഡി ത്രൂ നമ്മളുടെ കൗണ്ടർ പാർട്ടിനെ മീറ്റ് ചെയ്യുമ്പം സംഭവിക്കും. ഇത് പലപ്പോഴും ഡ്രീംസിലൂടെ ആയിരിക്കും. അതായത് നമ്മൾ ഉറങ്ങുന്ന സമയത്ത് നമുക്ക് ശരിക്കും ആ ഒരു കോൺഷ്യസ്നെസ് അല്ലെങ്കിൽ ആ ഒരു അത് തിരിച്ചറിയാൻ പറ്റും, നമ്മൾ എവിടെയോ ആണ് നമ്മളുടെ കൗണ്ടർ പാർട്ടിനെ മീറ്റ് ചെയ്യുന്നു എന്നൊക്കെ. എന്നാൽ നമ്മൾ എഴുന്നേറ്റ് കഴിയുമ്പോൾ ഇത് സത്യമാണോ, ഇത് നമ്മൾ ജസ്റ്റ് ആ ഒരു മിസ്സിങ് എനർജിയിലൂടെ നമുക്ക് ഫീലായ ഒരു കാര്യമായിരിക്കാം എന്നൊക്കെ നമ്മൾ മനസ്സിലാക്കിയിട്ട് അതിനെ ലെറ്റ് ഗോ ചെയ്യാറുണ്ട്. അതേപോലെ തന്നെ നമ്മുടെ മെഡിറ്റേഷൻ ചെയ്യുമ്പോഴും പലപ്പോഴും നമുക്ക് നമ്മുടെ കൗണ്ടർ പാർട്ടിൻ്റെ പ്രസൻസ് ഫീൽ ആവാറുണ്ട്. സോ എന്ന് വെച്ചാൽ ഇതൊരു ഫിസിക്കൽ ബോഡിയുടെ കണക്ഷൻ അല്ല അല്ലേ, ഒരു ലൈറ്റ് ബോഡി, ഒരു എനർജറ്റിക് ബോഡീൻ്റെ കണക്ഷനാണ്, ഒരു എനർജിയുടെ കണക്ഷനാണ്. അതുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത്. ഇതേ പ്രോസസ്സിൽ തന്നെ പലപ്പോഴും ആസ്ട്രൽ സെക്സും ട്വിൻ ഫ്ലെയിംസിൽ സംഭവിക്കാറുണ്ട്. അതായത് ഒരു ഫിസിക്കൽ വേൾഡിലുള്ള ഒരു പ്രോസസ്സ് അല്ലാതെ ബിയോണ്ടായിട്ട് ഒരു ലൈറ്റ് ബോഡിയിൽ തന്നെ നമുക്ക് ആ ഒരു ആസ്ട്രൽ സെക്സിൻ്റെ ഫീലിംഗ് അല്ലെങ്കിൽ ആ ഒരു കംപ്ലീഷൻ്റെ ഫീലിംഗ് നമുക്ക് കിട്ടാറുണ്ട്. സോ അപ്പോൾ ഫിസിക്കൽ വേൾഡിലുള്ള ഒരു ട്രാവൽ അല്ലെങ്കിൽ ഒരു യൂണിയനും ഈ ആസ്ട്രൽ വേൾഡിൽ സെപ്പറേഷൻ സമയത്ത് നടക്കുന്ന ആ ഒരു യൂണിയൻ അല്ലെങ്കിൽ ആ ഒരു ട്രാവലിനും ഉള്ള വ്യത്യാസം എന്താണെന്ന് പറഞ്ഞാൽ, ആസ്ട്രൽ വേൾഡിൽ അല്ലെങ്കിൽ ആസ്ട്രൽ ട്രാവൽ ചെയ്യുമ്പോൾ നമ്മൾ സോൾ ലെവലിലായിരിക്കും ട്രാവൽ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ അവിടെ ഒരു ഈഗോ കാണില്ല, ഒരു ദേഷ്യം കാണില്ല, ഒരു വെറുപ്പ് കാണില്ല, ജഡ്ജ്മെൻ്റ് ഒന്നും കാണില്ല, ഒരു തരത്തിലുള്ള ഒരു ബൗണ്ടറീസും അവിടെ കാണില്ല. അവിടെ ഒരു സോൾ ലെവലിൽ ഹാർട്ട് ടു ഹാർട്ട് കോൺവെർസേഷൻ ആയിരിക്കും നടക്കുന്നത്, ഹാർട്ട് ടു ഹാർട്ട് സംഭാഷണമായിരിക്കും. അതുകൊണ്ട് ആൻഡ് ഹാർട്ട് ടു ഹാർട്ടായിട്ടുള്ള ഒരു കംപ്ലീഷൻ ആയിരിക്കും നമുക്ക് ഫീൽ ആവാൻ പറ്റുന്നത്. കാരണം അവിടെ ഒരു ലിമിറ്റേഷൻസ് ഇല്ല. നമ്മളൊരു സോൾ ലെവലിലാണ്, നമ്മളൊരു സോളാണെന്ന് പിന്നെയും അവിടെ തിരിച്ചറിയുകയാണ് ചെയ്യുന്നത്. അതായത് ഈ ഫിസിക്കൽ വേൾഡിലുള്ള ഒരു കണ്ടീഷൻ ബേസ്ഡ് ലവ് അല്ല നമ്മളവിടെ എക്സ്പ്രസ് ചെയ്യുന്നത്. ആ അൺകണ്ടീഷണലായിട്ട് ഉള്ള കാര്യത്തെ നമുക്ക് അതിൻ്റെ ഫുൾ ഫോമിൽ എക്സ്പ്രസ് ചെയ്യാനും അതിനെ ഫീൽ ആവാനും നമുക്ക് ആസ്ട്രൽ ട്രാവൽ ത്രൂ പറ്റാറുണ്ട്. ആൻഡ് സോൾ ലെവലിലുള്ള പല കാര്യങ്ങളും നമ്മൾക്ക് ഒരു റിയലൈസേഷൻ അല്ലെങ്കിൽ ഒരു അവെയർനെസ്സിലേക്ക് വരാനും ഈ ആസ്ട്രൽ ട്രാവൽ അല്ലെങ്കിൽ ആസ്ട്രൽ പ്രൊജക്ഷൻസ് നമ്മുടെ ജേർണിയിൽ നമ്മളെ ഹെൽപ്പ് ചെയ്യാറുണ്ട്.
അപ്പോൾ തന്നിരിക്കുന്ന ഇൻഫോർമേഷൻ ഹെൽപ്ഫുൾ ആണെങ്കിൽ ചാനലിനെ ലൈക്ക് ചെയ്യാവുന്നതാണ്, ഷെയർ ചെയ്യാവുന്നതാണ്, സബ്സ്ക്രൈബ് ചെയ്യാവുന്നതാണ്. അതേപോലെ തന്നെ പെയ്ഡ് കൗൺസിലിംഗ് സെഷൻസിനായിട്ട്, ഹീലിംഗ് സെഷൻസിന്, റേക്കി ഹീലിംഗ് സെഷൻസിന്, റേക്കി അറ്റ്യൂട്ട്മെൻറ്റിനായിട്ട്, ആകാശിക് റെക്കോർഡ് റീഡിങ്ങിന്, ആകാശിക് റെക്കോർഡ് പഠിക്കാനായിട്ട്, ആൻഡ് പാസ്റ്റ് ലൈഫ് റിഗ്രഷൻ തെറപ്പിക്കായിട്ട് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിരിക്കുന്ന വാട്സപ്പ് നമ്പറിലേക്ക് ബന്ധപ്പെടാവുന്നതാണ്. താങ്ക് യു. God bless you all. Om Namah Shivaya.